ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ നൈറ്റ്. അറൗണ്ട് ഒരു 10 ഒക്കെ ആയപ്പോൾ ജോയിൻ ചേച്ചിയുടെ കോൾ വന്നിരുന്നു. കുക്കു സാറ് കൊളോക്കലി അവിടെ ഛർദ്ദിച്ച് കുളമായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഹോളി ക്രോസിലെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോയെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രിപ്പും കഴിഞ്ഞ് മരുന്നും മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ടൈം 11:33, നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ നമ്മൾ ഉറക്കമില്ലാത്തൊരു രാത്രിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ തന്നെ പുലിച്ചിറയിലേക്ക് പോയതാണ്. സാറ്റർഡേ മോർണിംഗ് ഒന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഛർദിൽ തുടങ്ങി. വീണ്ടും ഒരു 3 മണിയോടടുപ്പിച്ച് കട്ടിലിൽ എണീറ്റിരുന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. എൻ്റെ മേത്തും മെത്തയുടെ പുറത്തും ഷീറ്റിൻ്റെ പുറത്തും ഒക്കെയായി. 3 മണി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പിന്നെ തീരുമാനിച്ചു, ഇനിയിപ്പോൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടാം. രാത്രി എന്തായാലും ശരിയാവത്തില്ല. ആളങ്ങ് കുഴഞ്ഞു പോന്നു. ഛർദ്ദിക്കാനായിട്ട് ഒന്നുമില്ല. ഇത്തിരി വെള്ളം വേണമെന്ന് പറയും, കുടിക്കും, അത് മൊത്തം ഛർദ്ദിക്കുമ്പോൾ വളയുന്ന ആൾ പിന്നെ നിവരത്തില്ല. ഞാൻ പിടിച്ച് വേണം നിവർത്താനായിട്ട്. ഹോളി ക്രോസിന് ഒരു കൈക്ക് കാനുള്ള ഇട്ടതിൻ്റെ വേദന തീരും മുമ്പ് ഇവിടെ വന്നിട്ട് അടുത്ത കൈക്കും കെട്ടി കുത്ത്. വീണ്ടും ട്രിപ്പും മരുന്നും ഒക്കെ തുടങ്ങി. സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോയപ്പോഴാണ് ടീഷർട്ടിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സാധനം ഞാൻ കണ്ടത്. ബേക്ക്ഡ് അറ്റ് 465 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. സ്കാനിങ്ങിൽ അവർ ഡയഗ്നോസ് ചെയ്തത് മെസൻറ്ററിക് ലിംഫ് നോഡ്സിന് ഒരു ചെറിയ എൻലാർജ്മെൻറ്റ്. മനസ്സിലായില്ലല്ലേ? എനിക്കും മനസ്സിലായില്ല. ഞാൻ പിന്നെ പോയി നമ്മുടെ മെറ്റയോട് ചോദിച്ചു. ഈ മെസൻട്രിക് ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഈ ഫുഡ് ഐറ്റംസിൽ നിന്നൊക്കെ വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ്. അതിന് എന്തോ ഒരു ഓവർലോഡ് കിട്ടിയിട്ടാണ് അത് ഇത്രയും വീർത്തിരിക്കുന്നത്. പുള്ളിക്കാരന് ഇവനീ കഴിക്കുന്നതൊന്നും പ്രോസസ്സ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മേലെക്കൂടെയും താഴെക്കൂടെയും ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്സും ബാക്കി മെഡിസിൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. രാത്രി ഫുള്ള് കിടന്നുറങ്ങിയിട്ട് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വൊമിറ്റ് ചെയ്തില്ലെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ചായയും കാപ്പിയും കുടിച്ചു. അവന് ചായ മതി. 2 തുള്ളി വെള്ളമെങ്കിലും അവൻ്റെ വയറ്റിൽ കിടക്കുന്ന കണ്ടാൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ ചായ മേടിച്ചു കൊടുത്തു. ചോദിച്ചപ്പോൾ ചായ എന്തായാലും ഛർദ്ദിച്ചില്ല. അങ്ങനെ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. 6 മണിക്ക് സിസിജിയിൽ എത്തേണ്ട ആലൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് 5:30 കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെ വന്നിട്ട് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, കുക്കു സാറിനും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി എണീറ്റിട്ടാണ് പോയി ചായ കുടിക്കാനൊക്കെ പോയത്. ആൽത്തറമൂടിലെ ക്ഷേത്രവും വഞ്ചിക്കോവിലും സെൻറ്റ് ജോർജിൻ്റെ കുരിശടിയും നമ്മുടെ ചെട്ടിനട ക്ഷേത്രവും ഒക്കെ കഴിഞ്ഞ് നമ്മളതേ വീട്ടിലേക്ക് എത്താറായി. ഇതാണ് രവിപുരം ജംഗ്ഷൻ കേട്ടോ. ഇവിടുന്ന് ഈ കാണുന്ന റോഡ് നേരെ അങ്ങ് പോയി കടൽ കാണുന്നിടം വരെ പോകണം. ഇടത്തോട്ട് ഓഫ് റോഡായിരിക്കും, വഴിയില്ല. വലത്തോട്ട് താറിട്ട റോഡുണ്ട്. നമ്മുടെ പന്നി വിൽക്കുന്ന സ്ഥലമൊക്കെ കാണാം. ഇത്തിരി കഴിഞ്ഞാൽ കുരിശടിയും നമ്മുടെ വീടും. ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന റോഡ് നേരെ തന്നെ അങ്ങ് പരവൂർ വരെ ഉണ്ടായിരുന്നതാണ്. കടലെടുത്ത് പോയതാണ്. ഇപ്പോൾ റോഡില്ല, വണ്ടിയൊക്കെ പോവും. താമസിയാതെ ഇവിടെ ഒരു ജീപ്പ് സർവീസൊക്കെ തുടങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചാടിക്കുലുങ്ങി പോകാനൊക്കെ അതാ നല്ലത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് കഞ്ഞി വേണമെന്ന് കുക്കു സാറ് പറഞ്ഞിരുന്നു കേട്ടോ. ഞാനങ്ങനെ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ട് അമ്മ ഇവിടെ കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റേഷൻ അരി നല്ലപോലെ കഴുകി ഉപ്പിട്ട കഞ്ഞി. ഞങ്ങൾ വന്ന പാടെ തന്നെ അമ്മ അവന് കഞ്ഞി എടുത്തു കൊടുത്തു. ഇന്നലെ രാത്രി ഛർദ്ദിച്ച് കുളമാക്കിയ ഷീറ്റും മെത്തക്കവറും പില്ലോ കവറും ഒക്കെ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്യാനായിട്ട് ഒരു ലോഡ് കംഫോർട്ടും ഒക്കെ ഒഴിച്ചു. ഇനി ഈ കിടക്കുന്ന തുണികളൊക്കെ ഒന്ന് മടക്കി അകത്താക്കണം. ആലൻ്റെ ഡ്രസ്സുകളും വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പിറക്കി ഇടാനായിട്ട് ഇവിടെ സ്ഥലം കാണത്തില്ലല്ലോ. അത് പിന്നെ നമ്മൾ മെഷീനിൽ ഇട്ടാൽ മതി, അങ്ങ് വിരിച്ചിട്ടോളും. എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിലെ പാസ് ചെയ്യുമ്പോൾ മെഷീനിലേക്ക് നോക്കും. കഴുകിയ തുണി ഉണ്ടെങ്കിൽ അത് ഈ സ്റ്റാൻഡിലോട്ട് വിരിച്ചിടും. സമയം ഇല്ല എങ്കിൽ ഒന്ന് വാരി വിതറിയിടും. സമയം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് വിരിച്ചിടും. ഏതായാലും ഇങ്ങനെ ടെറസ് വരെ വന്നതല്ലേ, നമുക്ക് ഇന്നത്തെ KOTD അങ്ങ് കണ്ടു കളയാം. കടൽ ഓഫ് ദി ഡേ. അതിനു മുമ്പ് ഞാൻ ഈ തുണി ഒന്ന് അകത്തുകൊണ്ട് വെച്ചിട്ട് വരട്ടെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടെങ്കിലും രാത്രി അവിടെ ഏതൊക്കെ ഫ്ലോറിൽ കോഫി അവൈലബിൾ ആയിരുന്നോ അവിടെയൊക്കെ നടന്ന് ഞാൻ കോഫി കുടിച്ചായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യത്തിനൊക്കെ പോകുമ്പോഴേ എനർജി ലെവൽ അതുകൊണ്ട് തന്നെ അധികം അങ്ങനെ താഴ്ന്നിട്ടൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം ഇനി എനിക്കില്ലാത്തത് കൊണ്ടും, കാരണം അമ്മയ്ക്ക് പെരുന്നാളിന് പോകണം. നമ്മുടെ ഇവിടെ ഈ പുലിച്ചിറയുന്നു ഈ ടൈം ലൈൻ ഒരാഴ്ച പുറകോട്ടാണ്. ഇവിടുത്തെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കുരിശടിയിൽ ലക്ഷം വീട്ടിലാണ് ആ കുരിശടി. ഇന്നാണ് പെരുന്നാൾ. അപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ ഇളയ മകൾ അവിടെ താമസിക്കുന്നുണ്ട്, നിമ്മി ചേച്ചി. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് നിമ്മി ചേച്ചിയുടെ അടുത്ത് പോകണമെന്ന് പെരുന്നാളിന്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ വന്ന പാടെ തന്നെ ഇറച്ചിക്കറിയും മോരും ഒക്കെ വെച്ച് ലഞ്ചിൻ്റെ കാര്യങ്ങൾ അങ്ങ് തീർത്തിട്ട്
അമ്മേനെ അങ്ങ് വിടാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് എനിക്ക് നിലുവിൻ്റെ കൂടെ ഇരിക്കാമല്ലോ. പിന്നെ ഒരുത്തൻ അവിടെ ഒടിഞ്ഞു മടങ്ങി കിടപ്പുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇറച്ചിക്കറി വെക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കല്ലിൽ ചതച്ചെടുത്തു. കുക്കറിലേക്ക് നമ്മൾ ഒരു സവാളയും ഒരു 2 പച്ചമുളകും 2 തക്കാളിയും എടുത്തിടുന്നുണ്ട്. തക്കാളി ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം. പഴുത്ത വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. അമ്മയാണെങ്കിൽ നമ്മളെ ഇങ്ങോട്ടെങ്കിലൊക്കെ വിളിച്ചാൽ വരത്തില്ല. അപ്പനെടുത്ത വണ്ടിയല്ലേ, കാറേ, അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറത്തില്ല. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും പോകുന്നെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതെനിക്ക് മുടക്കാനും തോന്നിയില്ല, പോകട്ടെ എന്ന് വിചാരിച്ചു. പിരിവിന് പോകുന്നതുകൊണ്ട് ആൾക്ക് അങ്ങനെ വൈകുന്നേരവും അധികം സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കത് ബീഫ് കറി വെക്കാം. സാധാ ബീഫ് കറിയാണ് കേട്ടോ. വിന്താലും ഫ്രൈ ഒക്കെ ചെയ്ത് തിന്നണം എന്ന് എനിക്കുണ്ടെങ്കിലും എനിക്ക് വയ്യെന്നാലും സമയവും ഇല്ല. പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കി ചോറും തിന്ന് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം എന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴുകി ഊറ്റിയ ബീഫിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ച ഒരു വലിയ സവാള, 2 ചെറിയ തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടായിരുന്നോ? അതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്ക് കുഴച്ചെടുക്കാം. കരൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ എപ്പോഴും വേവിക്കുന്നത്. ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു പീസേ ഉള്ളൂ ലിവറിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇനി ഒരു സെപ്പറേറ്റ് ഒരു കിണ്ണി എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ എല്ലാം കൂടെ തന്നെ കുക്കറിൽ വേഗം വെച്ചു. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാൽ ബീഫ് ചവറ് പോലെയാവും. അതായത് ആ ബീഫിൻ്റെ അകത്തുള്ള ഈ എസൻസും ഈ കൊഴുപ്പും എസൻസും ബീഫ്നെസ്സും ഒക്കെ ഇങ്ങനെ ഈ വെള്ളത്തിലോട്ട് പോകും. എന്നിട്ട് അത് നമ്മൾ വിസിലടിക്കുമ്പോൾ അത് വെളിയിൽ പോകും. അങ്ങനെ ആയിരിക്കും അതിൻ്റെ പിന്നിലെ സയൻസ്. ഐ തിങ്ക് സോ. എന്തായാലും വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴത്തേക്ക് ബീഫ് ചവറ മാതിരി ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാറില്ല. ബീഫിൽ നിന്ന് തന്നെയുള്ള വെള്ളം വരും, അത് മതി നമ്മുടെ കറിക്ക്. കറി കുറുകിയിരിക്കുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം അങ്ങോട്ടേക്ക് ചേർക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ചേർത്താൽ അത് കൊള്ളത്തില്ലടാ, ചീത്തയായി പോകുന്നതല്ല, കറിക്ക് ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ബീഫിനെയും പരിവാരങ്ങളെയും കുക്കറിൽ അപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് ഞാനൊരു പാനിൽ കുറച്ച് പച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു എന്ന് അങ്ങനെ തന്നെ പറയാം. മെഴുക്ക് പുരട്ടിയല്ല എന്തായാലും. കറിവേപ്പിലയും വെളുത്തുള്ളിയും ആ എണ്ണയിലിട്ട് ഒന്ന് മുരിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ പച്ചക്കയും കൂടെ വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് തുറന്ന് വെച്ച് തന്നെ അടച്ച് അതിനെ കുക്ക് ചെയ്യുന്നില്ല. തുറന്ന് വെച്ച് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒന്ന് വഴന്ന് വരികയും ചെയ്യും, ചെറിയൊരു മൊരിപ്പുമൊക്കെ വരും. അപ്പോൾ ഒരു ടേസ്റ്റ് വരും. സവാളയൊക്കെ ചേർത്ത് വെള്ളം തെളിച്ച് അടച്ച് വെക്കുന്നത് മെഴുക്ക് പുരട്ടി. ഇങ്ങനെ ചെയ്യുന്നതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് പൊരിയൽ എന്നാണ്. ചിലർ തോരൻ വെച്ചിട്ട് ഉപ്പേരി എന്ന് പറയുന്നത് കേൾക്കാം, ചിലർ മെഴുക്ക് പുരട്ടി വെച്ചിട്ട് ഉപ്പേരി എന്ന് പറയുന്നത് കേൾക്കാം. ഇനി എൻ്റെ കാര്യമാണെങ്കിൽ തോരനായാലും മെഴുക്ക് പുരട്ടി ആയാലും പൊരിയലായാലും ഇതിനൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഉപ്പേരി എന്ന് പറയാറുണ്ട്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ പച്ച മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു കൊതി, മോര് കാച്ചുന്നതിൽ മാങ്ങ ഇട്ട് കാച്ചാന്ന്. കുക്കുംബറൊന്നും ഇരിപ്പില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതിട്ടങ്ങ് കാച്ചാന്ന്. നിലൂത ഇപ്പോഴാണ് കേട്ടോ എണീറ്റത്. അവനെ കുളിപ്പിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ക്യാമറയുണ്ട്, പൊതിഞ്ഞു കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അമ്മ ക്യാമറയുടെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് തോർത്ത് ഒരു സൈഡിലേക്കായി. അമ്മ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ രാത്രി ഹോസ്പിറ്റലിൽ പോയതും അതായത് മെഡിസിറ്റിയിൽ പോയതും ഇപ്പോൾ വന്നതും ഒന്നും അമ്മ അറിഞ്ഞിട്ടില്ല. രാവിലെ എന്നെ വിളിച്ച് ചോദിക്കുക, ഞാൻ മേളിൽ വന്നപ്പോൾ ആരുമില്ല, നിങ്ങളെവിടെ പോയിന്ന്. ഞാനിപ്പോൾ ബീഫ് കറിയിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടാണ് വെക്കുന്നത്. അതുകൊണ്ടൊരു 2-3 ചെറിയ ഉരുളക്കിഴങ്ങ് നല്ലപോലെ തൊലി കളഞ്ഞ് ഉപ്പിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ അപ്പുറത്തേക്ക് ഗ്യാസിലേക്ക് വെക്കണം. മാങ്ങ ഇട്ട് പുളിശ്ശേരി വെക്കാനായിട്ട് മാങ്ങ ചെറുതായിട്ടൊരു ചെമ്പൻ കളറായി കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ട് ഈ കലവും ഉരുളക്കിഴങ്ങും നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. നമ്മുടെ പച്ചക്ക പൊരിയിൽ റെഡിയായിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ഇറക്കി ആ സ്ലാബിൽ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. കുക്കറിന് ചെറിയൊരു ആവി സൈഡിൽ കൂടെ പോകുന്നോന്നൊരു ഡൗട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഒന്നുകൂടെ ഇളക്കി ആ റബ്ബറൊന്ന് നനച്ച് തിരിച്ചിട്ടിട്ടുണ്ട്. അതാണ് ഇത്ര നേരമായിട്ടും ഒരു വിസിൽ പോലും വരാതിരുന്നത്. ഇപ്പോൾ ശരിയായി. ഇനി ചെറപറാന്ന് വിസിൽ വന്നോളൂ. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ, ലോ ഫ്ലെയിമിൽ 4 വിസിൽ. അപ്പോൾ ബീഫ് നന്നായിട്ട് വേവും. ഇതിനിടയിൽ ആലൻ സിസിജിന്ന് വന്നു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് അവർക്ക് കൊടുത്തിട്ട് ഞാനിങ്ങ് പോരുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതിയെന്ന്. ലഞ്ചായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ലിജി ചേച്ചിയുടെ വീട്ടിൻ്റെ പാലുകാച്ചായിരുന്നു കേട്ടോ. കടലിൽ പോയി ഒരു ചേട്ടനെ കാണാതായില്ലേ, ആ ചേട്ടൻ്റെ. വെള്ളിയാഴ്ചത്തെ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ റെസ്റ്റ് മൂഡിലായിരുന്നതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ മൊത്തത്തിലേ കിടപ്പായിരുന്നു. അപ്പോൾ അമ്മ ചെന്നപ്പോൾ എനിക്കായിട്ട് കൊടുത്തു വിട്ടതാണ് പൊറോട്ടയും ചിക്കൻ കറിയും. അതിരുന്നത് എന്തായാലും ഭാഗ്യമായി. അത് ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം തെളിച്ച് കറിയും അതിലോട്ട് ഒഴിച്ചൊരു പ്ലേറ്റിലാക്കി അവനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആലനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആവും. 3 പൊറോട്ടയുണ്ട്. പൊറോട്ട അത്യാവശ്യം വലിയ പൊറോട്ടയാണ്. അപ്പോൾ എന്തായാലും മിക്കവാറും 1.5 എണ്ണം അല്ലെങ്കിൽ അര എണ്ണമെങ്കിലും ബാക്കി വരും. അതും മുണിങ്ങി കട്ടനും കുടിച്ച് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഒതുക്കാം. താളിക്കാനായിട്ട് ഇറച്ചിക്കറി താളിക്കാനായിട്ടാണ് ഒരു സവാളയും ഒരു തക്കാളിയും ഞാൻ വീണ്ടും അരിഞ്ഞവിടെ മാറ്റി വെച്ചത്. ഇനി നമുക്ക് ആ പച്ചക്ക പൊരിയിൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാൻ പതുക്കെ അങ്ങ് കഴുകി മാറ്റാം.
അവനിലിരിക്കുന്ന സാധനം ദേ ചൂടായി. നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദേ ഒരു ദിവസം ഇടവിട്ട് ലോങ് വീഡിയോസ് എടുക്കുവാണ് കേട്ടോ. ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വരുന്ന ദിവസം എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഫുള്ള് സ്കൂളിൽ പോകുന്നത് വരെയല്ലേ നമ്മൾ കാണിച്ച് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു റീലാക്കി അല്ലെങ്കിൽ ഷോർട്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇല്ലാത്ത ദിവസത്തിൽ മ്യൂസിക് റീൽസ് ആയിരിക്കത്തില്ല, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മോർണിംഗ് റൂട്ടീനും ഉണ്ടായിരിക്കും. കയറി ചെക്ക് ചെയ്ത് കണ്ടേക്കണേ. നിങ്ങൾ ഈ അനാവശ്യമായിട്ട് തരുന്ന പ്രോത്സാഹനമാണ് ചത്തു കുത്തിയിരുന്നിട്ടും ഞാൻ വീണ്ടും ഈ ക്യാമറയായിട്ട് നിൽക്കുന്നതിൻ്റെ പിന്നിൽ. മോര് കാച്ചുന്നതിലേക്ക് ഒഴിക്കാനായിട്ട് അമ്മ ദേ കുറച്ച് തേങ്ങ തിരുകി തന്നിട്ടുണ്ട്. അമ്മ ഇപ്പോൾ പോകും കേട്ടോ, ഇറങ്ങാറായി. ഞാൻ ദേ തേങ്ങയും പിന്നെ കുറച്ച് തൈരും, ചെറിയുള്ളി ഇല്ല അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം സവാളയും കുറച്ച് ജീരകവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. മാങ്ങാച്ചാർ കഴിക്കണമെന്ന് നല്ല കൊതിയുണ്ട്, പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കിട്ടാനില്ല സാധനം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് അതേ ഡ്രസ്സിൽ ഇവിടെ വന്നിട്ട് ഞാൻ ഫ്രഷ് ആവാണ്ട് നിൽക്കുന്നു എന്നൊക്കെ, OCD ഉണ്ടെന്ന് പറയുന്നു എന്നൊക്കെ. ആക്ച്വലി OCD വൃത്തിയുമായിട്ട് അതിന് വലിയ ബന്ധമില്ല. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒരു കാര്യം ഇപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ അതപ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ, അത്രേ ഉള്ളത്. അല്ലാതെ നമ്മൾ അതിങ്ങനെ എല്ലാം വൃത്തിയാക്കി വെക്കുന്നത് മാത്രമല്ല OCD. എന്നെ സംബന്ധിച്ച് എൻ്റെ OCDയുടെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് ഞാൻ വന്നിട്ട് ഇപ്പം എനിക്ക് ലഞ്ച് ഉണ്ടാക്കണം, ഇതെല്ലാം തീർത്തിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങണം. ഇതൊക്കെ എനിക്ക് പതുക്കെ ചെയ്യാം. മണി ഒരു 10:30 ആവുന്നതേ ഉള്ളൂ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോഴെന്ന് എനിക്ക് തോന്നുന്നു. പതുക്കെ ചെയ്താലും മതി. പക്ഷേ ഇല്ല, എനിക്ക് കമ്പൽസീവായിട്ട് ഐ വോണ്ട് ടു ഡു ഇറ്റ് ഓൾ നൗ. ഇതെല്ലാം തീർത്തിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കണം. എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ധൃതി പിടിച്ചെല്ലാം ചെയ്യുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും നല്ലപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഒരു മടിയില്ലാത്ത ആളാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മടിയാണ് എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തിളച്ച് വന്ന മാങ്ങയുടെ കൂട്ടിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പൊഴിച്ചു. അതൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ, തിളപ്പിച്ചിട്ടില്ല. അതിനകത്തേക്ക് താളിച്ചിട്ടു. എപ്പോഴത്തെയും പോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുകും ഇത്തിരി ചെറിയുള്ളിയും 2 വറ്റൽമുളകും കറിവേപ്പിലയും ലേശം കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് ബീഫ് കറി വെക്കാനായിട്ടുള്ള കടായി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് നല്ല രീതിയിൽ ബ്രൗൺ കളറാക്കി എടുക്കാം. സവാള എത്രത്തോളം ബ്രൗൺ ആവുന്നോ അതിനനുസരിച്ച് കറി നല്ല ചുവന്നിരിക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അത് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരുമല്ലോ. അതിടയ്ക്കും മുറയ്ക്കും അങ്ങനെ ഒന്ന് ചിക്കി കൊടുത്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കി ഒരു പൊറോട്ട വരുമെന്ന്, ഞാൻ ഇത്രയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, അതായത് അലൻ കഴിച്ചു തീരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്രയും ചെയ്ത് തീർത്തു എന്ന് വേണം പറയാൻ. ആ ഒരു പൊറോട്ട ബാക്കി വന്നു, അത് ഞാൻ പിന്നെ ഈ സവാള വഴറ്റുന്നതിൻ്റെ ഇടയിൽ കഴിച്ചു. അതിനിടയ്ക്ക് ചേച്ചി വിളിച്ചിരുന്നു. സൺഡേ അല്ലേ, ചേച്ചി പതുക്കെ എണീറ്റത്. ഞാൻ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും മമ്മി വിളിച്ചായിരുന്നു ആദ്യം. ഇപ്പോൾ ചേച്ചി വിളിച്ചു, എന്തായെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇന്നലത്തെ രാത്രിത്തെ എപ്പിഡോസുകളൊക്കെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും പിന്നെ അമ്മയും കിച്ചണിൽ നിൽക്കുമ്പോൾ കോള് വരുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒരു സൈഡ് ഇങ്ങനെ ചരിച്ച് ആ ഫോണിങ്ങനെ പിടിച്ചിട്ട്. ഇപ്പോൾ നിലു വെറുതെ നടക്കുമ്പോൾ പോലും അവൻ്റെ കൈ യൂസ് ചെയ്യത്തില്ല, ഫോൺ എടുത്ത് ചെവിയുടെയും തോളിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇമിറ്റേറ്റ് ചെയ്താണ് അവനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സവാള ഒന്ന് ബ്രൗൺ ആയപ്പോൾ അതിങ്ങനെ കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ തക്കാളിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി എന്തായാലും നമുക്ക് കുറച്ച് ഉടഞ്ഞ് കിട്ടണം. കൂടെ കുറച്ചധികം കറിവേപ്പിലയും. അമ്മ ഇങ്ങനെ കഴുകാനും പിടിക്കാനും ഒക്കെ വന്ന് നിന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, താമസിക്കുന്നുണ്ട്, പൊയ്ക്കോ, പോയിട്ട് വാ, വൈകുന്നേരം വന്നാൽ മതി, ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഇനിയിപ്പം ബീഫ് കറിയും കൂടെ താളിച്ചാലും മതി. പച്ചക്കയായി, മോര് കാച്ചിയതുമായി. മുഴുവൻ മസാലകളായ പട്ടയും ഗ്രാമ്പും പിന്നെ കുറച്ച് പെരുംജീരകവും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ, മസാലയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കരിയാൻ പാടില്ല, അതുകൊണ്ടാണ് ബാക്കി സംഭവങ്ങളൊക്കെ പിന്നീട് ഇട്ടത്. ആദ്യം സവാള മുരിക്കണം. എന്നിട്ട് പൊടികളായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും ലേശം കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ മുളക് പൊടി, സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും രണ്ടും ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി നമുക്കില്ല, തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് 2 വലിയ സ്പൂൺ സാദാ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിന് പിന്നെ വലിയ എരിവില്ല, ഇപ്രാവശ്യം വാങ്ങിച്ച മുളക് പൊടിക്ക് അത്ര എരിവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഈ അരപ്പൊക്കെ ഒന്ന് മൂക്കണം. നല്ലപോലെ മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വടിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ ഓൾറെഡി സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇത്തിരി നേരം അടച്ച് വെച്ച് വേവിക്കണം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട്. പൊട്ടറ്റോയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ ഞാൻ സൈഡിൽ വെച്ച് വേവിച്ചെടുത്തായിരുന്നു. അപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ പൊട്ടറ്റോ വേവുന്ന വെള്ളം അങ്ങനെ തന്നെ ഇപ്പുറത്തേക്ക് എടുത്ത് ഒഴിക്കും. പൊട്ടറ്റോ വേവിക്കാൻ വയ്ക്കുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടും.
എന്നിട്ട് ഇതേ കുക്കറും ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളുമൊക്കെ കഴുകി. ഇതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാൻ പറ്റാതെ പോകുന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ അനീച്ചാസനില്ലേ, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ ഡിവോഴ്സ് ചെയ്യാത്ത എൻ്റെ അമ്മയുടെ മരുമകനും ചെല്ലമ്മാൻ്റിയുടെ, അതായത് ലില്ലിയമ്മച്ചിയുടെ അനിയത്തിയുടെ മകനും, അനീച്ചാച്ചൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ മോനാണ് കിരൺ ടോമി. നമ്മുടെ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുന്ന, ഞാൻ ജീമോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിരൺ ടോമി. ഞങ്ങൾ ഈ പറയുന്നതൊക്കെ ചെറുതിൽ ചക്ക് കളിച്ചും സാറ്റ് കളിച്ചും ഒക്കെ പഴറ്റി തെളിഞ്ഞ ടീംസാണ്. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും അങ്ങനെ ഞങ്ങൾ റിലേറ്റഡ് ആണെന്നും കൂടെ ഇതിൻ്റെ അകത്ത് പറയണമെന്ന്, അതെപ്പോഴും മറന്നു. അങ്ങനെ എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. കുക്കു സാറിന് കൊടുക്കാനുള്ള ഒരു ലോഡ് മരുന്നും കൊടുത്തു. ഇതൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് കൊടുത്താൽ മതി. ഇനി ഏതാണ്ട് ഞങ്ങൾ കഴിക്കാൻ 1 മണിക്കൂറൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ വിചാരിച്ചു കൊടുക്കാമെന്ന്. എന്നിട്ട് നിലുവിന് കാർത്തു ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് മയങ്ങി. ഇത്തിരി ഒന്ന് ഉറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് കുക്കു ചോറ് വേണമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അവന് ഇനി 2-3 ദിവസത്തേക്ക് നമ്മൾ നോൺ വെജോ ചവച്ചിറക്കുന്നത്, അതായത് അവൻ്റെ വയറ്റിന് അധികം കട്ടിയുള്ള ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല, ലൈറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ. ആകെ പണി മേടിച്ച് കിടക്കുകയാണല്ലോ, അതങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറും ഇത്തിരി പുളിശ്ശേരി എടുത്തിട്ടുണ്ട്. പുളിശ്ശേരിയെന്നോ മാങ്ങയിട്ടൊഴിച്ച് കറിയെന്നോ എന്ത് വേണേൽ പറയാം. അത് രണ്ടും കൂടെ എടുത്ത് 2 പേർക്കും വാരി കൊടുത്തു. ഇപ്പോഴത്തേത് എനിക്ക് ചെറിയൊരു മയക്കവേ ആയിട്ടുള്ളൂ. ഇനി വേണം എനിക്ക് എൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഒന്ന് ഉറങ്ങാനായിട്ട്. പിന്നെ നാളെ ഞാൻ എന്തായാലും സ്കൂളിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു. നാളെ പോകണ്ടെന്നുള്ളത് തന്നെ മനസ്സിന് നല്ലൊരു സമാധാനം തരും. കുറച്ച് നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഏതോ ഒരു ഫിലിമിൽ പറയുമല്ലോ, ആ കാണുന്ന ആൾക്കാരുടെ മുഖത്തെ ചിരി നാളെ ഹർത്താലായതുകൊണ്ടാണ്. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു. 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുത്തു എന്ന് തോന്നുന്നു. 12-12:30 കൊടുത്തു. എന്തായാലും നല്ലപോലെ ഉറങ്ങി എണീറ്റപ്പോഴും 4 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ എൻ്റെ ഉച്ചയുറക്കം അല്ലെങ്കിൽ ഞങ്ങളുടെ ഉച്ചയുറക്കമൊക്കെ വന്നെത്തുന്നത് 6 മണിയിലാണ്. ഇപ്പോൾ ഇത് എന്തായാലും 4 മണിക്ക് എണീറ്റു. ബാക്കി ഉണ്ടായിരുന്ന കറിയും മോരും ഒക്കെ ഞാൻ ഫ്രിഡ്ജിലേക്കാക്കി. രാത്രി ചോറെടുക്കാൻ സാധ്യത കുറവാണല്ലോ. എന്നിട്ട് ഇതേ ഒരു വശത്ത് ചായയും ഒരു വശത്ത് പാലും. കുക്കുവിന് എന്താണെന്ന് അറിയത്തില്ല, ചായ മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചായ ആകുമ്പോൾ വലിയ രീതിക്ക് ഛർദ്ദിക്കുന്നില്ല. പിന്നെ ഞാൻ നല്ല ഡൈല്യൂട്ട് ചെയ്താണ് ചായ എടുക്കുന്നത്. നിലുവിന് മാത്രം ബൂസ്റ്റ് ഇട്ട് അല്പം പാലെടുത്തു. ഞങ്ങൾക്ക് 2 പേർക്കും ഇത്തിരി ഇഞ്ചി ചായ ഇടാമെന്ന് വിചാരിച്ചു. വയറിന് നല്ലതല്ലേ. ഞാൻ എവിടെയോ വായിച്ചു മധുരമുള്ള ചായ കുടിക്കണം എന്ന് നിർബന്ധമാണ്, എന്നാൽ മെലിയണം എന്നുണ്ടെങ്കിൽ ചായക്കകത്ത് കുറച്ച് കാടമം പ്ലസ് ഇഞ്ചി ആഡ് ചെയ്താൽ മതിയെന്ന്. ശരിയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ എനിക്കെന്നാൽ മെലിയണമെന്ന് വിചാരിച്ചിട്ടല്ല. ഇഞ്ചി ചായ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. മഞ്ജു ഉണ്ടാക്കി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് ഇഞ്ചി ചായ. അപ്പോൾ ഞങ്ങൾക്കുള്ള ഇഞ്ചി ചായ, നിലുവിനുള്ള പാലും ഒക്കെ റെഡിയായി. പഴംപൊരി ഉണ്ടാക്കുന്നില്ല. പഴംപൊരി എണ്ണയൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ശരിയാവത്തില്ല. ഇവനൊന്ന് നിവർന്ന് വരുന്നതേ ഉള്ളൂ. നിവർന്നു എന്ന് പറയാനും പറ്റത്തില്ല, ഇപ്പോഴും ഒരു പരുവത്തിയിരിക്കുക. അപ്പോൾ 2 പേരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് ബിസ്ക്കറ്റ് കഴിക്കാമെന്ന്. എന്നാൽ ക്രീം ബിസ്ക്കറ്റും അങ്ങനത്തെ ബിസ്ക്കറ്റൊന്നും അല്ല കേട്ടോ. ഞാൻ എടുത്തത് ഇപ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ്സാണ് എടുത്തത്. കുറച്ച് ബൈൻഡിങ് ആണല്ലോ, അപ്പം ലൂസ് ടൂൾസൊക്കെ ചിലപ്പം കുറച്ച് വ്യത്യാസം വരുമായിരിക്കും. ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഫ്രൂട്ട്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബിസ്ക്കറ്റ്സ് ആക്കി. 2 പേർക്കും കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. എത്തിയും മുട്ടിയൊക്കെ കഴിച്ചു. പിന്നെ ചായയിൽ മുക്കി ആയതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചു. ഒരു 2 ബിസ്ക്കറ്റ് വീതം 2 പേരും കഴിച്ചു എന്ന് പറയാം. എന്നാലും പഴംപൊരി എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിരിപ്പുണ്ട്. ആലം വരുമ്പോൾ ഞാൻ ഉണ്ടാക്കുമെന്നൊക്കെയാണ് വിചാരം. പക്ഷേ ഇല്ല, ഉണ്ടാക്കുന്നില്ല. ചായയുടെ പാത്രങ്ങളൊക്കെ എപ്പോഴും കഴുകി വെച്ചിട്ട് മാറുന്നതല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം ഈ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റും കേട്ടോ, സ്റ്റീൽ ബാസ്ക്കറ്റിൽ നിന്ന്. പക്ഷേ ഇപ്രാവശ്യം അത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. രണ്ടും കൂടെ പിന്നെ ഈ കിടന്ന് വിശക്കുന്നു, എണീക്ക് ചായ ഇടുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എണീറ്റ് ചായ ഇട്ടതാണ്. അതൊക്കെ കഴുകണം. അത് കഴുകിയാൽ വെക്കാനുള്ള ആദ്യം ഈ ഒരു സ്പേസ് നമുക്ക് ഒഴിച്ചെടുക്കണം. എങ്ങനെ പിള്ളേരെ മാനേജ് ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വീട് നീറ്റായിട്ട് ജോലി മാനേജ് ചെയ്ത് പോകുന്നു എന്ന് ചോദിച്ചാൽ, ഒരാൾ ചോദിച്ചു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഞാൻ തിരിച്ചയച്ച മെസ്സേജ് ഇതാണ്: വാട്ട് ടു ഡു വെൻ, അത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, രാവിലെ എണീറ്റിട്ട് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ആദ്യമേ ചെയ്യും. എന്നിട്ട് അവസാനം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യത്തിന് കിടന്ന് പിടച്ചടിക്കും. ഫോർ എക്സാമ്പിൾ, എണീറ്റ് ഉടനെ തറ തുടയ്ക്കുന്ന ചില ടീംസിനെ പറ്റി ഞാൻ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് അവരുടെ ചോയ്സാണ്. എന്നാലും നമുക്ക് എല്ലാ കാര്യത്തിനും ആ ഒരു പ്രോപ്പർ ടൈമിങ് വെച്ചാൽ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങൾ ഓക്കെയാവും. അത് നമുക്ക് അത്യാവശ്യമല്ലല്ലോ. എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത് എനിക്ക് ജോലിക്ക് ഇറങ്ങി പോകേണ്ടത് കൊണ്ടായിരിക്കാം. അങ്ങനെ അല്ലെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം, ഫോർ മീ,
ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. മോർണിംഗ് കോഫി, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്ലീനിങ്ങിനൊക്കെ പോയിട്ട് അരി അടുപ്പിലിട്ടിട്ട് ഗ്യാസിൽ വെച്ചിട്ട് എന്തെങ്കിലും ക്ലീനിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കറി പിന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ വലിയ എന്താ പറയുന്നത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എൻ്റെ കീ. അതായത് ഞാൻ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം ഏത് ഓർഡറിൽ ഞാൻ അടുത്ത ഒരു 4-5 കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. ആലന് രാവിലെ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇന്നലെ നൈറ്റ് ഓവർനൈറ്റ് ഓട്സ് വെച്ചിരുന്നു. പക്ഷേ അത് രാവിലെ എടുത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് വന്നപ്പോൾ ഞാൻ അങ്ങ് സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു. ഇതിൻ്റെ റെസിപ്പി ഇപ്പോൾ എല്ലാ ലോങ് വീഡിയോയിലും എൻ്റെ എല്ലാ റീൽസിലും ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഷോർട്സിലും ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മെയിൻ തിങ് ഈസ് പ്ലാനിങ്. രാത്രി കിടക്കുമ്പോൾ നാളെ എന്തൊക്കെയാണ്, മോർണിംഗ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ചിന് എന്ത് ചെയ്യുന്നു, ഈവനിങ് ഡിന്നറിന് എന്ത് ചെയ്യുന്നു, ഇത് ഇത്രയും മൈൻഡിൽ സെറ്റായിട്ടുണ്ടെങ്കിൽ പകുതി കഴിഞ്ഞു. നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോളും. പിന്നെ ഞാനെന്ന് പറഞ്ഞ് എനിക്കിത്തിരി വട്ട് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഈ പല്ല് തേക്കുമ്പോൾ പോലും പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗ്യാസ് സ്റ്റവിൽ എന്ത് വെക്കണം, അടുപ്പിൽ എന്ത് വെക്കണം, രണ്ടാമത്തെ അടുപ്പിൽ എന്ത് വെക്കണം, മൂന്നാമത്തെ അടുപ്പിൽ എന്ത് വെക്കണം, രണ്ടാമത്തേന് ഇത് മാറ്റുമ്പോൾ അവിടെ വേറെ എന്ത് വെക്കണം, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ OCDയുടെ ബാധ്യത ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ 3 ഗ്യാസ് ഞാൻ കത്തിച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം അണയ്ക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ നോക്കും. അതായത് വെക്കേണ്ടതും ആവി കയറ്റേണ്ടതും ഫ്രൈ ചെയ്യേണ്ടതും എല്ലാം ഈ ഗ്യാസ് 3 അണയുന്നതിന് മുമ്പ് എല്ലാം തീർക്കാനായിട്ടൊക്കെ നോക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ടിപ്സ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. അമ്മ നേർച്ച ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ അത് ചൂടോടെ അടച്ച് വെച്ചിരുന്നതുകൊണ്ട് ലേശം ഡിസ്പായി തുടങ്ങുന്നു. പക്ഷേ നേർച്ച ചോറ് ഇങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലേ നിന്ന് അവിയലും സാമ്പാറും ഒക്കെ എടുത്ത് കഴിച്ചു. എൻ്റെ വയറിനൊന്നും പറ്റത്തില്ല. ഇത് നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ചോറല്ലേ. എൻ്റെ ചിരി എന്താണാവോ എല്ലാ സെൻറ്റൻസിൻ്റെയും അവസാനത്തിൽ പൊട്ടിപ്പോണത്. അങ്ങനെ എൻ്റെ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കെറ്റിലിലെ വെള്ളം വെച്ച് ഞാൻ 2 പേരെ അങ്ങ് മേല് കഴുകി കയറ്റി കേട്ടോ. കുക്കുസാറങ്ങ് എല്ലാം തോലുമായിട്ടുണ്ട്. രാത്രിത്തേക്ക് കഴിക്കാൻ ഞാൻ അതുകൊണ്ട് ബ്രെഡ് മേടിച്ചു. കൊച്ചി ഇനിയും കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയാണ്? ദേ പോന്നു പടവലങ്ങ. ഇനി ഒരു സീൻ കാണിച്ചു തരാം. ഡോക്ടർ എന്തോ ഇത് ആണോ? എൻ്റെ കുക്കു കരഞ്ഞ പോട്ടെന്ന് പറയട്ടാ കയ്യില്. അവനവിടെ ആ ഗ്ലാസും നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ലിഡും ഒക്കെ കൊണ്ടൊരു പ്രത്യേക ഷേപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാട്ടോ. അത് പൊളിക്കാനാണ് ഈ സ്നേഹം മൊത്തം കാണിച്ചത്. അടിയിൽ കോൺഫിഡൻസ് ഇല്ല കേട്ടോ, മേളിൽ കാണുന്ന ഈ ഓവർ കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഹായ് പറഞ്ഞതാ. ഞാനവിടെ ഒരു മൂവി കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതങ്ങനെ നടക്കാറില്ല. മുമ്പൊക്കെ ഒരു ദിവസം ഒരു 2-3 സിനിമയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. മാരേജൊക്കെ കഴിഞ്ഞ സമയത്ത് കിച്ചണിൻ്റെ ജോലിയൊക്കെ മമ്മി ചെയ്യും, ഞാനിവിടെ ഈച്ച അടിച്ചിരിക്കുകയായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സിനിമ കണ്ടു തീർക്കണമെങ്കിൽ എനിക്ക് 3-4 ദിവസം വേണം. ഞാൻ ബ്രെഡ് ബീഫ് കറിയും കൂട്ടിയും കുക്കുസാറ് കട്ടൻ ചായയിൽ മുക്കിയും നിലു പാലിൽ മുക്കിയൊക്കെ കഴിച്ചു കേട്ടോ. ആലന് മൺഡേ ഓഫാണ്, പോകണ്ട. അതുകൊണ്ട് ഒരു നേരമാവും വരാൻ. തന്നെയൊക്കെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.